എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു ക്രിസ്ത്യ ജീവിതം സ്വയമായി ജീവിക്കാം എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ഒരു വലിയ നിരാശയുടെ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ. ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നിയമങ്ങൾ ഉണ്ടാക്കി അതനുസരിച്ച്, അതല്ല എങ്കിൽ നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ ശിങ്കിടി വിദ്യകളിലൂടെ ഒരു പക്വത വന്ന വിശ്വാസിയാകാമെന്ന് നിങ്ങൾ കരുതിയാൽ അത് മണ്ടത്തരമാകുന്നു. പിന്നെന്താണ് മാർഗം? ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ക്രിസ്തുയേശുവിനെ കണ്ട നാൾ മുതൽ തൻ്റെ ജീവിതത്തെ അവനുവേണ്ടി സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു വിശുദ്ധനായ പൗലോസ്. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ എഴുതിയിരിക്കുന്ന ഈ ലേഖനത്തിൻ്റെ വാക്കുകൾ എത്ര ആവേശത്തോടെയാണ് താൻ തൻ്റെ ജീവിതം നയിച്ചതെന്ന് വ്യക്തമാക്കുന്നതാകുന്നു. ക്രിസ്തുവിനോടുകൂടിയുള്ള ജീവിതത്തിൻ്റെ ആസ്വാദ്യത യൗവനക്കാരനായ തിമോത്തിയോസ് അല്പം പോലും നഷ്ടപ്പെടുത്തരുതെന്ന് ക്രിസ്തുവിൻ്റെ പോരാളിയായ പൗലോസ് ആഗ്രഹിച്ചു. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ലോകഗതിയെ തന്നെ മാറ്റിമറിച്ച മഹത്തായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന വിശുദ്ധ പൗലോസ്, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കുകളാകുന്നു തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകളോട് അടുക്കുന്നതിൽ അറച്ചു നിൽക്കുന്ന സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു ഈ തിമോത്തിയോസ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, തിമോത്തിയോസിന് ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച സമയത്ത് അവന് ലഭിച്ച കൃപാവരം അവൻ ജ്വലിപ്പിക്കണം എന്ന്. ഭീരുവാകരുത്. ക്രിസ്തുവുമായി ഒരു യഥാർത്ഥ ബന്ധം എന്നാൽ എന്താകുന്നു എന്ന് കാണിക്കുന്ന ചില ഉത്തമ സാദൃശ്യങ്ങൾ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് വിവരിക്കുന്നു. ഈ 2-ാം അധ്യായം വളരെ സന്തോഷത്തിൻ്റെ ഒന്നാണ്. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ചുമതലയും പ്രവർത്തനവും വിശദീകരിക്കുവാൻ വേണ്ടി 7 തരത്തിലുള്ള സാദൃശ്യങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. നാം ഈ അന്ത്യകാലത്തിൽ ജീവിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഓർക്കേണ്ട ഒന്നത്ര ഈ സാദൃശ്യങ്ങൾ. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. പൗലോസ് അപ്പോസ്തലൻ 1-ാമത്തെ സാദൃശ്യത്തോടെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നീ എൻ്റെ മകനെ. ഭൗതികമായി പറഞ്ഞാൽ തിമോത്തിയോസ് പൗലോസിൻ്റെ മകൻ അല്ലായിരുന്നു. ഈ യുവാവ് പൗലോസിൻ്റെ ശുശ്രൂഷ മുഖാന്തരം ക്രിസ്തുയേശുവിങ്കലേക്ക് വന്നു എന്നതിനാൽ ആത്മീയ അർത്ഥത്തിൽ തിമോത്തിയോസ് പൗലോസിൻ്റെ മകനായിരുന്നു. ഒരു ദൈവ പൈതൽ ക്രിസ്തുവിലുള്ള വിശ്വാസം ഒന്നുകൊണ്ടാണ് ദൈവഭവനത്തിലേക്ക് ജനിക്കുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന്. തിമോത്തിയോസ് ദൈവഭവനത്തിലെ അംഗമാണ്. അവൻ ഒരു ദൈവ പൈതലാകുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ ശക്തിപ്പെടുക. എനിക്കത് ഇഷ്ടമാണ്. കൃപയാൽ ശക്തിപ്പെടുക. പ്രിയ സുഹൃത്തെ, നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ചു പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു ക്രിസ്ത്യ ജീവിതം സ്വയമായി ജീവിക്കാം എന്ന് ചിന്തിച്ചാൽ ഒരു വലിയ നിരാശയുടെ അവസ്ഥയിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്. ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നിയമങ്ങൾ ഉണ്ടാക്കി അതനുസരിച്ച് നിങ്ങൾ ജീവിക്കാം, അല്ലെങ്കിൽ ഒരു പക്വത വന്ന വിശ്വാസിയാകാമെന്ന് നിങ്ങൾ കരുതിയാൽ അത് മണ്ടത്തരമാകുന്നു. നിയമാനുഷ്ഠിത ഭക്തിമാർഗമെന്ന കെണിയിൽ നിങ്ങൾ വീണ് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയട്ടെ. ലീഗലിസത്തിൽ പൗലോസ് അപ്പോസ്തലൻ യാതൊരു നിയമവും ഇവിടെ നൽകുന്നില്ല. എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് എന്നുള്ളതിന് ദൈവവചനവും നിയമങ്ങളല്ല നിരത്തുന്നത്. നാം കൃപയാലാകുന്നു രക്ഷിക്കപ്പെട്ടത്
ഇപ്പോൾ നാം ദൈവകൃപയിലാകുന്നു ജീവിക്കേണ്ടത്. നാം ആ കൃപയിൽ ശക്തിപ്പെടുകയും വേണം. എൻ്റെ ചെറുപ്പത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം തന്നെ ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നു. അദ്ദേഹം മിക്കവാറും ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലെ കൂട്ടായ്മകൾക്കായി വെളിയിൽ പോകുമായിരുന്നു. പലപ്പോഴും രാത്രിയിൽ വളരെ താമസിച്ചു മാത്രമേ വീട്ടിലെത്തുകയുള്ളൂ. അദ്ദേഹം പോകുന്നതിന് മുൻപ് ഞങ്ങൾ മക്കൾ ഓരോരുത്തരും ചെയ്യുവാൻ പല കാര്യങ്ങളും പറയുമായിരുന്നു. അതിൽ എനിക്കിഷ്ടമുള്ള പലതും ഉണ്ടായിരുന്നു. എന്നാൽ രാത്രിയിലിരുന്ന് പഠിക്കുവാൻ പറയുന്നത് അത്ര രസമായിരുന്നില്ല. മിക്ക കുട്ടികളും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ദിവസം രാത്രി ഞാൻ ഓർക്കുന്നു, പിതാവ് ഒരു 10 മണി കഴിഞ്ഞ് എത്തുകയുള്ളൂ എന്ന് ചിന്തിച്ച് ഞാൻ പഠിക്കുവാൻ പറഞ്ഞ സമയത്തും കളിച്ചുകൊണ്ടിരുന്നു. 7:30 മണിയായി കാണും. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അപ്പച്ചൻ എൻ്റെ തൊട്ട് പുറകിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അടുത്തെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായി അറിയാവുന്ന ഞാൻ പേടിച്ച് വിളറിപ്പോയി. എൻ്റെ മുഖത്തെ ഭാവം കണ്ട് അദ്ദേഹം കയ്യിലിരുന്ന പൊതി എനിക്ക് തന്നു. ഒരു നല്ല കേക്ക്. നിനക്ക് ഇതിപ്പോൾ തരേണ്ടതല്ല, പിന്നെ പോട്ടെന്ന് വെച്ചു എന്നൊരു പറച്ചിലും. അദ്ദേഹത്തിൻ്റെ നല്ല സ്വഭാവത്തെ ഞാൻ മുതലെടുത്തു. എന്നാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ മകനാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പിൻപിലെ വലിയ രഹസ്യം. ലോകപ്രകാരമുള്ള എൻ്റെ പിതാവ് ഇത്രയും സ്നേഹവും കരുണയും കാണിക്കുന്നു എങ്കിൽ എനിക്ക് സ്വർഗത്തിലുള്ള എൻ്റെ പിതാവിനോട് തൻ്റെ കൃപയ്ക്കായി അപേക്ഷിക്കരുതോ? ഞാൻ പരാജയപ്പെടുമ്പോൾ ഞാൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ്റെ സന്നിധിയിൽ നിന്നും ഓടിപ്പോകുകയില്ല. ഞാൻ അവിടുത്തെ സന്നിധിയിൽ നിന്നും അകലെയായിരിക്കുമ്പോൾ അവൻ എനിക്ക് നൽകുന്ന അടി അധികം വേദനിക്കുന്നതാകും. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തെങ്കിൽ തന്നെ തെറ്റ് മനസ്സിലാക്കി ഞാൻ അവനോട് ഏറ്റവും അടുത്ത് വരുവാൻ ശ്രമിക്കുന്നു. അവനോട് എത്രയും അടുത്ത് നിൽക്കുന്നുവോ അടിക്ക് അത്രയും വേദന കുറഞ്ഞിരിക്കുമെന്ന് മറക്കരുത്. ഞാൻ എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മകനാണ്. എത്ര അനുഗ്രഹകരമായ ഒരു സാദൃശ്യമാകുന്നു ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ബന്ധം ആസ്വദിക്കേണ്ട ഒന്നത്രേ. ഞാനിത് ചെയ്യുന്നില്ല, ഞാൻ അത് ചെയ്യുന്നില്ല, ഞാൻ ഇന്നിന്ന നിയമങ്ങളൊക്കെ പാലിക്കുന്നു എന്ന് ക്രിസ്തു വിശ്വാസികൾ പറഞ്ഞു കേൾക്കുമ്പോൾ അവർക്ക് ദൈവകൃപയെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അറിയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കും. അവർ തങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ശ്രമിക്കുകയാണ്. ഈ സ്വന്തം പരിശ്രമമാണ് എല്ലാവരെയും പ്രശ്നത്തിലാക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്ന്. തൻ്റെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ശക്തി ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ നിന്നും എടുക്കുവാനാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഗുണദോഷിക്കുന്നത്. എപ്രകാരത്തിലുള്ള ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് തിമോത്തിയോസ് ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടേണ്ടത് എന്ന് തുടർന്ന് പൗലോസ് പറയുന്നു. 2-ാം വാക്യം, നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. ഭാവിയെക്കുറിച്ച് വളരെയേറെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പൗലോസ് എന്നോർക്കണം. ഒരല്പം ഭാരമില്ലാതില്ല. നമ്മിൽ പലരും നമ്മുടെ ശുശ്രൂഷയുടെ അന്ത്യത്തോടടുക്കുമ്പോൾ പകച്ചു നിൽക്കുന്നത് പോലെ പൗലോസും പകച്ചു നിൽക്കുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. മറ്റുള്ളവർ വന്ന് ദൈവവചനം പ്രസംഗിച്ചാൽ സംഭവിക്കുവാൻ പോകുന്നത് എന്താണ് എന്നുള്ള ഭയം ആദ്യം. നാം പലപ്പോഴും ഏലിയാവിനെ പോലെ ചിന്താകുലപ്പെടാറുണ്ട്. ശുശ്രൂഷയിൽ പതറിപ്പോയ അനേകം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഏലിയാവിനെ പോലെ കർത്താവേ, ഞാൻ തനിയേ ഉള്ളൂ എന്ന് കരയുന്ന അനുഭവം. എന്നാൽ അത് ശരിയായിരുന്നില്ല എന്ന് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി. ഞാൻ തനിയേ അല്ല. ഞാൻ കടന്നു പോകുന്നത് പോലെയുള്ള സംഘർഷത്തിലൂടെ പോകുന്ന അനേകരെ ഞാൻ കണ്ടെത്തി. എതിർപ്പുകളുടെ മധ്യത്തിൽ ദൈവത്തിനു വേണ്ടി, സത്യസുവിശേഷത്തിനു വേണ്ടി വീറോടെ നിൽക്കുന്ന അനേകരെ ദൈവം ഉയർത്തുന്നത് ഞാൻ മനസ്സിലാക്കി. അടുത്ത തലമുറ ദൈവവചനത്തിനു വേണ്ടി നിൽക്കുമോ എന്നുള്ളത് എന്നും ഈ തലമുറയുടെ ഭാരമായിരുന്നിട്ടുണ്ട്.
ഇന്ന് അനേകം സഭകളും ചത്ത സഭകളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് തിമോത്തിയോസിന് നൽകുന്ന ഗുണദോഷം, താൻ തിമോത്തിയോസിനെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക എന്നത്രേ. ഉപദേശിപ്പാൻ സമർത്ഥരായ മനുഷ്യരെ ദൈവം എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ഇന്നും ദൈവം പ്രവർത്തിക്കുന്ന വിധം ഇതത്രേ. ക്രിസ്തുവിങ്കൽ നിന്നും പൗലോസിന് ലഭിച്ചു, പൗലോസിങ്കൽ നിന്നും തിമോത്തിയോസിന് ലഭിച്ചു, തിമോത്തിയോസിങ്കൽ നിന്നും വിശ്വസ്തരായ മനുഷ്യർക്ക് ലഭിച്ചു, വിശ്വസ്തരായ മനുഷ്യരിൽ നിന്നും മറ്റുള്ളവർക്ക് ഈ മാതൃക എന്നും തുടരേണ്ടതുണ്ട്. ദൈവമക്കൾ എന്ന നിലയിൽ നാം നമ്മുടെ പിതാവിൻ്റെ തൊഴിലിനെക്കുറിച്ച് കരുതൽ ഉള്ളവരായിരിക്കേണ്ടതാണ്. തൻ്റെ മനുഷ്യത്വത്തിൽ ഒരു ബാലനായിരുന്നപ്പോൾ കർത്താവായ യേശു പറഞ്ഞത് ഓർക്കുന്നില്ലേ? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാനൊരു ദൈവമകനായി, കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെയുള്ള ഒരു മകനല്ല, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞാൻ ദൈവ പൈതലായി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനെ കൈക്കൊണ്ട്, അതായത് യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ലഭിച്ചു എന്ന്. ഒരു ദൈവമകൻ അല്ലെങ്കിൽ ഒരു ദൈവമകൾ എന്ന നിലയിൽ നാം നമ്മുടെ പിതാവിൻ്റെ വേലയിൽ, പിതാവിൻ്റെ കാര്യങ്ങളിൽ, അവൻ്റെ തൊഴിലിൽ തൽപരരാകണം. സുഹൃത്തെ, ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, താങ്കൾ അപ്രകാരം തൽപരനാണോ? ദൈവവചനം അറിയിക്കുക എന്നുള്ള തൊഴിലാണ് ഒന്നാമത്തെ തൊഴിൽ. അതിനെ അങ്ങനെ വിളിക്കാമെങ്കിൽ അതാണ് ഒന്നാമത്തെ തൊഴിൽ. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ദൈവവേല ചെയ്യുവാൻ നമുക്ക് ആവശ്യം ദൈവകൃപയാണ്. അതില്ലാതെ ഒരു മകൻ എന്ന നിലയിൽ യാതൊന്നും ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നാം നിലനിൽക്കുന്നത്. ഒരുപക്ഷെ താങ്കൾ ആകെ നിരാശപ്പെട്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നിരാശയിലാകുന്നു എങ്കിൽ താങ്കളിൽ തന്നെ വിശ്വസിച്ച് അഥവാ ആശ്രയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അങ്ങനെ ആശ്രയിക്കാൻ പാടില്ല. നിങ്ങൾ ദൈവകൃപയിൽ നടക്കേണ്ടതാണ്. പൗലോസ് പറഞ്ഞു, നാം കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നടക്കുന്നത്. നിരാശയുടെ കാരണം ദൈവവചനത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മാർഗത്തിൽ അത് ചെയ്യുവാൻ കഴിയുമെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചതാകും നിരാശയ്ക്ക് കാരണം. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നുണ്ടാകും, ഭാവിയിൽ കുറെ കൂടി നല്ലതായി ചെയ്യുവാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞേക്കുമെന്ന്. അങ്ങനെ പറയുന്നു എങ്കിൽ താങ്കളുടെ പഴയ സ്വഭാവത്തിൽ നിന്നും നല്ലതേതോ ചെയ്യുവാൻ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, ഇല്ലേ? പ്രിയ സുഹൃത്തെ, ഈ സ്വന്തം പരിശ്രമങ്ങളൊക്കെ ഒന്ന് താഴെ വെച്ചിട്ട് ദൈവകൃപയിൽ ശക്തിപ്പെടുക. തുടർന്ന് ഒരു നല്ല പടയാളിയോട് സാമ്യപ്പെടുത്തി പൗലോസ് സംസാരിക്കുന്നു. 3-4 വാക്യങ്ങൾ, 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരു ദൈവ പൈതൽ ഒരു പടയാളിയാകും. എങ്ങനെയാണ് ഒരു ദൈവ പൈതൽ ഒരു പടയാളിയാകുന്നത്? എഫെസ്യ ലേഖനത്തിൽ ഒടുവിലത്തെ അധ്യായം നമ്മോട് പറയുന്നത്, 6-ാം അധ്യായം, ഒരു ക്രിസ്തു വിശ്വാസി ഒരു ആത്മീയ യുദ്ധത്തിൽ അല്ലെങ്കിൽ പോരാട്ടത്തിലാകുന്നു എന്നും അവൻ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കേണ്ടതുണ്ട് എന്നുമാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. അവിടെ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു എന്ന് നമ്മൾ വായിച്ചല്ലോ. പടയുടെ മധ്യത്തിൽ നിന്നും ഒരു പടയാളി വന്ന് തൻ്റെ കമാൻഡറോട് ഇപ്രകാരം പറയുന്നു എന്നിരിക്കട്ടെ, സാറേ, എനിക്കിപ്പോൾ പോയേ ഒക്കൂ, ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഞാൻ ഒരിടത്ത് ചെല്ലാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്,
അതല്ല എങ്കിൽ സാറേ, എൻ്റെ അടുത്ത ബന്ധുവിൻ്റെ വിവാഹമാണ് നാളെ, ഞാൻ ചെന്നില്ലെങ്കിൽ എല്ലാവരും പിണങ്ങും. സാറേ, എൻ്റെ ഇന്നാര് മരിച്ചുപോയി, എനിക്ക് പോകണം, ഇന്ന് യുദ്ധത്തിലായിരിക്കുവാൻ, അതിന് പോകാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. കേട്ടിട്ട് ചിരി വരുന്നില്ലേ? ഒരു നല്ല പങ്ക് ദൈവമക്കളും ഈ പറഞ്ഞതുപോലെയാണ് ക്രിസ്തുവിൻ്റെ ഒരു പടയാളി ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത്രമാത്രം ഗൗരവമേ ഉള്ളൂ. ഒരിക്കൽ ഞാൻ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്നോട് കൂടെ ഒരു ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് തൻ്റെ കുടുംബത്തെ കൊണ്ടുപോകുവാൻ സാധ്യമല്ല. കാരണം 24 മണിക്കൂറും ജോലിയിൽ തന്നെ അദ്ദേഹം ആയിരിക്കണം. ഉറങ്ങുവാൻ തന്നെ സമയം കിട്ടാറില്ല. അല്പമൊന്ന് ഉറങ്ങുന്നത് തന്നെ റോഡിൽ തൻ്റെ വാഹനം ഇട്ടിട്ട് ചുറ്റും ആളുകൾ കാവൽ നിന്നുകൊണ്ട് മാത്രമാകുന്നു. എത്ര വലിയ സമർപ്പണമില്ലേ! ജീവനെ പണയം വെച്ചുകൊണ്ടുള്ള പോരാട്ടം. ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു എന്ന് നമ്മൾ വായിച്ചല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നറിയാമോ? കാരണം പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് അവൻ തൻ്റെ മുൻഗണന നേരെയാക്കേണ്ടതുണ്ട്. ഇവിടെ അവൻ കഷ്ടം സഹിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ, അതെ, പൗലോസ് കഷ്ടം സഹിച്ചതുപോലെ കഷ്ടം സഹിക്കുക. ഒരു ക്രിസ്തുവിശ്വാസി വിവാഹം കഴിക്കുവാൻ പാടില്ല എന്ന് സ്ഥാപിക്കുവാൻ ഈ വാക്യത്തെ അതുപോലെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇവിടെ പൗലോസ് സംസാരിക്കുന്നത് അതല്ല, പ്രിയമുള്ളവരെ. പിന്നെയോ, ലൗകികത്വത്തിൽ കുരുങ്ങി ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയാതെ വരുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതാണ് ഇവിടുത്തെ വിഷയം. അനേകരും ക്രിസ്തുവിങ്കിലേക്ക് വരാത്തതിന് കാരണം അവർക്ക് ക്രിസ്തുവിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ദൈവവചനത്തിലെ സത്യം അറിയുവാൻ പാടില്ലാത്തതും കൊണ്ടല്ല. പിന്നെയോ, ലോകമയത്വം. ഈ പറഞ്ഞതിനേക്കാൾ ഏറെ ഇഷ്ടമായി അവർ കാണുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനേക്കാൾ കൂടുതലായി രസമായി തോന്നുന്നത് ലോകമയത്വമാകുന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെ പിടിയിൽ നിന്നും വെളിയിൽ വരുവാൻ അവർക്ക് കഴിയുന്നില്ല. ക്രിസ്തുവിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അവർ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ഒരു ആന്തരിക പോരാട്ടത്തിലാണ് സദാസമയവും. ഒരു ഉദാഹരണം പറയാം. ഒരിക്കലൊരു സ്ത്രീ താൻ തലേ ദിവസം കേട്ട പ്രസംഗത്തോട് പ്രതികരിക്കുവാനായി ആ പ്രസംഗകൻ്റെ അടുത്ത് വന്നു. അവൾ പറഞ്ഞു, സാറേ, നിങ്ങൾ ഇന്നലെ പ്രസംഗിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ അംഗീകരിക്കുവാനുള്ള ആഹ്വാനം നിങ്ങൾ നൽകിയപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നാൽ ഞാൻ എഴുന്നേറ്റ് മുമ്പോട്ട് വരാഞ്ഞതിനൊരു കാരണമുണ്ട്. ഈ അടുത്ത സമയത്ത് എൻ്റെ ഭർത്താവ് മരിച്ചു. അദ്ദേഹം ഒരു ബാർ ഹോട്ടൽ നടത്തുന്നുണ്ടായിരുന്നു, മദ്യം വിൽക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലം. ഞങ്ങൾക്കുള്ള വരുമാന മാർഗം ആ ഹോട്ടൽ മാത്രമാണ്. ഇപ്പോൾ ഞാനാണ് അത് നടത്തിക്കൊണ്ടു പോകുന്നത്. എന്നാൽ കഴിഞ്ഞ രാത്രിയിലെ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഇനിയും എനിക്കത് തുടരുവാൻ കഴിയുകയില്ല. ഒരു ചുറ്റികയെടുത്ത് ബാറിലെ എല്ലാ കുപ്പിയും പൊട്ടിക്കുവാൻ ഇന്ന് അങ്ങ് പറഞ്ഞാൽ ഞാൻ അതിന് ഒരുക്കമാണ്. എന്തു ചെയ്യണം എന്നോട് പറഞ്ഞാലും. അതിനാ ദൈവദാസൻ പറഞ്ഞത്, പോയി അവിടെയുള്ള കുപ്പികൾ പൊട്ടിച്ച് കളയരുത്. നിങ്ങൾ കുറേ കുപ്പികൾ പൊട്ടിച്ചെന്ന് കണ്ട് നിങ്ങൾ മദ്യപാനത്തെയോ മദ്യവിൽപ്പനയെയോ തടയുവാൻ പോകുന്നില്ല. അങ്ങനെ തടയുവാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ളതെല്ലാം നശിപ്പിക്കുവാൻ ഞാൻ അഭിപ്രായപ്പെടുമായിരുന്നു. എന്നാൽ ഈ പറഞ്ഞതൊന്നു മാത്രമാണ് നിങ്ങളുടെ വരുമാനം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത്, ആ കട മൊത്തം വിറ്റിട്ട്, അല്ലെങ്കിൽ ആ തൊഴിൽ പൂർണ്ണമായും വിടുക. ഈ പ്രമാണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പ്രാവർത്തികമാക്കാവുന്നതാണ് സുഹൃത്തെ. അങ്ങനെ നാം ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. താനൊരു പടയാളിയാകുന്നു എന്ന് ഓരോ ദൈവ പൈതലും മനസ്സിലാക്കണം. ക്രിസ്തീയ ജീവിതം കളിക്കളമല്ല, അത് പോർക്കളമാകുന്നു. ഇത് നാം തിരിച്ചറിയണം. പോരാട്ടം വിജയിച്ചിട്ടുള്ളതും പോരാട്ടത്തിൽ തോറ്റിട്ടുള്ളതുമായ ഒരു പോർക്കളമാകുന്നു ഇതെന്ന് ഓർക്കണം.
ഒരു യഥാർത്ഥ പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നാം കടന്നു പോകുന്നത് ആത്മീയ പോരാട്ടമാകുന്നു എന്നുള്ള വസ്തുത നാം മറന്നു പോയിട്ട് പലപ്പോഴും ജഡം കൊണ്ട് പോരാടുവാൻ ശ്രമിക്കും. ഫലമോ നാം ആകെ പരാജയപ്പെടും. ഒരു പടയാളിയും ഒരു ദൈവപൈതലും തമ്മിലുള്ള സാമ്യം മനസ്സിലാക്കുവാൻ പൗലോസിനെ വളരെയേറെ സഹായിക്കുന്നതായിരുന്നു അവൻ്റെ കാരാഗ്രഹ ജീവിതം എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. അവൻ എപ്പോഴും കാണുന്ന ഒരു കൂട്ടമായിരുന്നല്ലോ ഈ പടയാളികൾ. തൻ്റെ മുൻ ലേഖനങ്ങളിൽ പൗലോസ് ഒരു ദൈവപൈതലായിരിക്കുന്ന ആത്മീയ യുദ്ധത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതെ, വാഴ്ചകളോടും അധികാരങ്ങളോടുമുള്ള ആത്മീയ പോരാട്ടം. എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നിനെക്കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടൻ എന്ന് പറയുമ്പോൾ അവൻ സമർപ്പണമുള്ള ഒരു ദൈവപൈതലാകുന്നു എന്നാണ് അർത്ഥം. കഷ്ടം സഹിക്കുവാനും ഏകാഗ്രതയോടെ പ്രവർത്തിക്കുവാനും സമർപ്പണമുള്ള വ്യക്തി എന്ന അർത്ഥമാണ് ഇവിടെയുള്ളത്. സേവനത്തിലിരിക്കുന്ന പടയാളികൾ, ഭടന്മാർ ഒരിക്കലും സുരക്ഷിതവും ആയാസരഹിതവുമായ ഒരു അവസരം പ്രതീക്ഷിക്കയില്ല എന്ന് നമുക്കറിയാം. അവർ കഠിന വേല ചെയ്യുന്നവരാകും, കഷ്ടം സഹിക്കുകയും ഏതൊരു വിധത്തിലുള്ള അപകടത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാകും. അത് അവരുടെ സേവനത്തിൻ്റെ ഭാഗമായിട്ട് അവർ കാണുന്നു. ഒരു പടയാളിയുടെ ഉത്തരവാദിത്വത്തിൽ ഉൾപ്പെട്ടതാണ് ഇതെല്ലാം. അതിനായിട്ടാണ് അവനെ ആക്കിയിരിക്കുന്നത് തന്നെ. ആഡംബരത്താൽ പൊതിഞ്ഞ് യാതൊരു പടയാളിയും യുദ്ധത്തിന് പോകാറില്ല. സുഖകരമായ ഒരു കിടപ്പുമുറിയിൽ നിന്നും എഴുന്നേറ്റ് യുദ്ധത്തിന് പോകുകയല്ല പതിവ്. പിന്നെയോ കാട്ടിലും മലയിലും ശ്വാസം മുട്ടുന്ന കൂടാരങ്ങളിൽ നിന്നുമൊക്കെയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. എല്ലാ വിധത്തിലുമുള്ള കഠിനതയും ബുദ്ധിമുട്ടും അവർ സഹിച്ചേ മതിയാകും. അങ്ങനെ അല്ല എങ്കിൽ അവരെ പടയാളി എന്ന് തന്നെ പറയുവാൻ കഴിയില്ല. അതുപോലെ ഒരു ദൈവപൈതൽ ഒരിക്കലും ആയാസരഹിതമായ ഒരു സമയം പ്രതീക്ഷിക്കുവാൻ പാടില്ല സുഹൃത്തെ. അവൻ സുവിശേഷത്തോട് കൂറുള്ളവനാകുന്നു. അങ്ങനെയാകുന്നു എങ്കിൽ അവൻ എതിർപ്പും പരിഹാസവും ഒക്കെ സഹിക്കും. തൻ്റെ സഹപ്രവർത്തകരോട് ചേർന്ന് അവനും കഷ്ടം സഹിക്കും. തൻ്റെ വേലയിൽ ശ്രദ്ധയുള്ളവനും കഷ്ടം സഹിക്കുവാൻ തയ്യാറുള്ളവനുമാണ് ഒരു പടയാളി, ഒരു ഭടൻ. ഈ വാക്യത്തിൻ്റെ പ്രായോഗിക വശം പൂർണ്ണസമയം സുവിശേഷ വേലയിലായിരിക്കുന്നവരോട് മാത്രമല്ല, അതിനേക്കാളൊക്കെ അപ്പുറമാണ്. ഓരോ ക്രിസ്തു വിശ്വാസിയും ക്രിസ്തുവിൻ്റെ ഓരോ പടയാളിയാണ്. തീമോത്തിയോസിനെ പോലെ ഭീരുവാണെങ്കിൽ തന്നെ അവൻ ഒരു പടയാളിയാണ്. നാം യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളികളായിരിക്കണമെങ്കിൽ നാം പോരാട്ടത്തിനായി സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. ശിക്ഷണമുള്ള ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. കഷ്ടം സഹിക്കുവാൻ നാം തയ്യാറായിരിക്കണം. അങ്ങനെ ഒരു കാര്യത്തിൽ നിന്നും നാം ഒരിക്കലും മാറിപ്പോകരുത്. നമ്മെ മാറ്റിക്കളയുന്ന സകലത്തിൽ നിന്നും നാം മാറിയിരിക്കേണ്ടതുമാണ്. അടുത്തതായി പൗലോസ് പറയുന്ന പ്രതിരൂപം അല്ലെങ്കിൽ സാദൃശ്യം 5-ാം വാക്യം. ഒരുത്തൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പൊരായികയിൽ കിരീടം പ്രാപിക്കയില്ല. ഇവിടെ പൗലോസ് ഒരു ദൈവപൈതലിനെ ഒരു കായികാഭ്യാസിയോട് സാമ്യപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് മനസ്സിലായല്ലോ. മല്ലുകെട്ടുക, ഇവിടെ ഗുസ്തിയെക്കുറിച്ചല്ല പറയുന്നത്, മത്സരിക്കുക എന്നാണ്. അവന് വിജയിക്കുവാനും സാധിക്കണം, അവൻ വിജയിക്കണം. ഒരു വിജയാളിയാകുവാൻ കഴിയുന്ന വിധത്തിലുള്ള സകലതും അവൻ ചെയ്യുന്നുണ്ട്. ഇതിന് നിരന്തരം അഭ്യസിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്ത്യ ജീവിതത്തെ ഒരു ഓട്ട മത്സരത്തോട് ഉപമിച്ചാണ് പൗലോസ് സംസാരിക്കുന്നത്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അവൻ പറഞ്ഞു, ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞത് തൻ്റെ ശരീരത്തെ നിയന്ത്രണത്തിൽ സൂക്ഷിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നത്രേ. ക്രിസ്തീയ ഓട്ടം ഓടുന്നതിൽ പൗലോസിൻ്റെ ലക്ഷ്യം ഓട്ടക്കളത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തു, അതെ, തനിക്ക് പ്രതിഫലം നൽകുകയും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു എന്നുള്ള മൊഴി കേൾക്കുകയും വേണം എന്നുള്ളതായിരുന്നു. ഒരു ദൈവപൈതൽ സകല ശക്തിയും ഉപയോഗിച്ച് പരിശ്രമിക്കണം. ഒരു
ക്രിസ്തുവിശ്വാസി വിജയിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഓരോ ദൈവ പൈതലും അത് ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ ദൈവ പൈതലും ചട്ടപ്രകാരം മത്സരിക്കണം. മത്സരത്തിൻ്റെ നിയമമെല്ലാം കാറ്റിൽ പറത്തിയിട്ട് എനിക്ക് തോന്നുന്നത് പോലെ ആകാമെന്ന് ചിന്തിക്കരുത്. ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുന്നതിൽ കുറുക്ക് വഴികളൊന്നുമില്ല. ക്രിസ്ത്യ ജീവിതത്തെ ഒരു ചെറിയ ധ്യാനത്തിലും ഏതാനും ചില നിയമങ്ങളിലും ചട്ടങ്ങളിലും ഒതുക്കി നിർത്തുവാൻ ശ്രമിക്കുന്ന തന്ത്രങ്ങളൊക്കെ മറക്കുക. ദൈവം നമുക്ക് 66 പുസ്തകങ്ങൾ തന്നിട്ടുണ്ട് ബൈബിളിൽ. അവയിൽ ഓരോന്നും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ദൈവവചനം മൊത്തത്തിൽ പഠിക്കണം. ഓട്ടമത്സരത്തിനിട്ടിരിക്കുന്ന വരയ്ക്ക് കുറുകെ ഓടി വിജയിക്കാമെന്ന് ഒരു ഓട്ടക്കാരൻ ഒരിക്കലും ചിന്തിക്കരുത്. ചെറുതും വലുതുമായി എല്ലാ കായിക മത്സരങ്ങൾക്കും അതിൻ്റേതായ ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട് എന്ന് മറക്കരുത്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചും അതുതന്നെയാണ് ശരി. താങ്കൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കുറുക്ക് വഴികൾ ഒന്നും എടുക്കുവാൻ പാടില്ല. ഇനിയും നാം കാണുന്നത് ഒരു കൃഷിക്കാരൻ്റെ സാമ്യമാകുന്നു. 6-ാം വാക്യത്തിൽ വായിക്കുന്നു, അധ്വാനിക്കുന്ന കൃഷിക്കാരൻ ആകുന്നു ആദ്യ ഫലം അനുഭവിക്കേണ്ടത്. നിലം കിളയ്ക്കുകയും അതിൽ ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുകയും ചെയ്യുന്ന ദൈവപൈതലാകുന്ന നല്ല കൃഷിക്കാരൻ ക്രിസ്തുവിൻ്റെ പാദത്തിങ്കൽ കറ്റകൾ വയ്ക്കുന്നതിനെക്കുറിച്ച് ഇന്നാളുകളിൽ നാം വളരെയേറെ കേൾക്കാറുണ്ട്. അവിടെ അല്പമെങ്കിലും വയ്ക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ വിത്ത് വിതയ്ക്കുകയും നിലത്തിൽ പണിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തതിന് ശേഷം അവിടെ ഒരു കൊയ്ത്തുണ്ട്. ആദ്യം ദൈവവചനം വിതയ്ക്കേണ്ടതുണ്ട്. ശരിയായ കൊയ്ത്ത് ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ ദൈവവചനം മുഴുവൻ ക്രമാനുഗതമായി വിതയ്ക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കായികാഭ്യാസി ശരിക്കും മത്സരിക്കുമ്പോൾ കൃഷിക്കാരൻ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. നല്ല കൃഷിക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണ് കഠിനാധ്വാനം. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു നല്ല ഭടനായി, ഒരു നല്ല കൃഷിക്കാരനായി, ഒരു നല്ല ഓട്ടക്കാരനായി ദൈവത്തെ പ്രസാദിപ്പിച്ച് വിജയം വരിക്കുവാനാണ്. നിങ്ങളെ ഓരോരുത്തരെയും അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഞാനൊരു ആത്മീയ പോരാട്ടത്തിലാകുന്നു എന്ന തിരിച്ചറിവാണ് ഒരു ക്രിസ്തു ശിഷ്യനെ ജയകരമായി മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്ന വസ്തുത. ഉത്തരവാദിത്ത ബോധവും സമർപ്പണവും ചിട്ടയോടുകൂടിയ ജീവിതശൈലിയും ഒരു പടയാളിയുടെ മുഖമുദ്രയാകുന്നു. ദൈവകൃപയുടെ ധാരാളിത്തം പ്രയോജനപ്പെടുത്തി മുന്നേറുവാനാകുന്നു പൗലോസ് ആഹ്വാനം ചെയ്യുന്നത്.